ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒട്ടും കയ്പില്ലാതെ പാവക്ക വെച്ച് നമുക്ക് എങ്ങനെ തോരൻ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് പാവക്ക കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പാവക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആവശ്യമായ ഉപ്പ് ചേർക്കാം, മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു സ്പൂണ് വിനെഗിരിയാണ് കേട്ടോ. ഇനി നമുക്ക് കൈപ്പക്ക ഇത് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. ഇതുകൊണ്ട് തന്നെ നന്നായി എല്ലാ ഭാഗത്തേക്കും മസാല പിടിപ്പിച്ചെടുക്കട്ടോ. നന്നായി മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പൊരിച്ചെടുക്കാൻ 2 സ്പൂണൊക്കെ ഒഴിച്ചെടുക്കട്ടോ. ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. ഈ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഒട്ടും കഴിപ്പുണ്ടാവില്ല കേട്ടോ അങ്ങനെ പൊരിച്ചെടുക്കണമെങ്കിൽ. ഇനി ഇതുകൊണ്ട് തോരൻ വെക്കാം. ഇല്ല ഇങ്ങനെ ഇത് പൊരിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഒട്ടും കഴിപ്പുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. കയ്പ്പൊക്കെ കഴിക്കാത്തവരും കൂടി കഴിച്ചു പോകട്ടോ അങ്ങനെ. ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 3 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. പറ്റ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മസാലയിൽ ഇങ്ങനെ കഴിക്കും ചെയ്യാം കേട്ടോ. അതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മസാലയിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഒരു നുള്ള് വലിയ ജീരകം ഇട്ട് കൊടുക്കട്ടോ. ഇനി ഒരു സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്താണ് കേട്ടോ. ചെറുതായി വാടി വരട്ടെ കേട്ടോ. മുളക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി മുറിച്ചെടുത്താട്ടോ. ഉള്ള ഉപ്പിട്ട് കൊടുക്കാട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പച്ചമുളകിൻ്റെയും ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ പേസ്റ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ.
ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കട്ടോ. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കയ്പ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചോറിന് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റിയായി, കയ്പ്പൊന്നുമില്ലാത്ത, ഒട്ടും കയ്പ്പില്ലാത്ത നല്ലൊരു കയ്പ്പൊക്കെ തോരനാണ് കേട്ടോ. രണ്ട് തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കയ്പ്പൊക്കെയെന്ന് ആരും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇതിന് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ.